താലിയോഗം. രചന ജാസ്മിൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നന്ദു മുകളിലേക്ക് തന്നെ കയറിപ്പോന്നു. എന്തോ താഴെ നിൽക്കാൻ അവൾക്ക് തോന്നുന്നില്ല. അത് തന്നെയാണ് കാരണം. മുറിയിലേക്ക് കയറി വന്നപ്പോൾ അജുവും ഇല്ല. അവൾ ഫോൺ കയ്യിലെടുത്തു. ഒന്ന് വിളിച്ച് സുവിവരം ചോദിക്കാൻ. ഇടയ്ക്കൊന്ന് വിളിച്ചു നോക്കാൻ പോലും ആരുമില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞ കണ്ണുകൾ നന്ദു വേഗം തുടച്ചു. ഇതുകൊണ്ടാണ് അധികം ഒറ്റയ്ക്കിരിക്കാത്തത്. നന്ദു ഫോൺ ടേബിളിൽ വെച്ച് മിററിന്റെ മുമ്പിൽ ചെന്ന് നിന്നു. അവളെ തോൽപ്പിച്ചുകൊണ്ട് ഒഴുകിയിറങ്ങുന്ന കണ്ണുകളെ കണ്ടപ്പോൾ അവൾ ദേഷ്യത്തിൽ അത് തുടച്ചു. പെട്ടെന്ന് കരുത്തുറ്റ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി. എന്തുപറ്റി? അജു അവളുടെ ഷോളിൽ താടി കുത്തി അവളുടെ ചെവിയിൽ സ്വകാര്യം പോലെ ചോദിച്ചു. അവന്റെ കണ്ണുകൾ മുന്നിലെ മിററിൽ കൂടി കാണുന്ന അവിടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലായിരുന്നു. അമ്മയെ ഓർമ്മ. അവളൊന്ന് തേങ്ങി. അജു ഒന്നും മിണ്ടാതെ അവളുടെ വയറിൽ ഒന്നുകൂടെ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ അവനിലേക്ക് അമർത്തി. നന്ദു അവനിലേക്ക് ചാരിന്ന് കണ്ണുകൾ അമർത്തി തുടച്ചു. കുറച്ചു നേരം രണ്ടുപേരും അങ്ങനെ നിന്നു. അവളുടെ തേങ്ങൽ നിന്നും അജു അവളെ തിരിച്ചു നിർത്തി. നന്ദു അവന്റെ മുഖത്തേക്ക് നോക്കി. ഓർക്കേണ്ടെന്നൊക്കെ കരുതും, പക്ഷെ പറ്റണില്ല. മനഃപൂർവ്വം മറന്നളയാൻ ശ്രമിക്കുമ്പോഴും അമ്മയൊരു ഓർമ്മയായിട്ട് മനസ്സിൽ വരിക. പറയവേ വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അജു അവളുടെ കണ്ണുകൾ അമർത്തി തുടച്ച് ഒന്നും പറയാതെ അവൾ അവന്റെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു. എൻ്റെ നന്ദുക്ക് ഞാനുണ്ട്, വേറെ ആരും വേണ്ട. പോയൊരു പോയി, അതാലോചിച്ച് വിഷമിക്കണ്ട. അതല്ലേ അവനും പറയാൻ പറ്റൂ. നന്ദു രണ്ടു കൈ കൊണ്ട് അവനെ മുറുകെ പിണർന്നു. അജു അതുപോലെ അവളെ വരിഞ്ഞു മുറുക്കി. പിറ്റേ ദിവസം രാവിലെ നന്ദു കണ്ണു തുറന്നു കണ്ടത് അവളെ വരിഞ്ഞു മുറുക്കി അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന അജുവിനെയാണ്. അവന്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർത്തി വെച്ചിട്ടുണ്ട്. നന്ദു അവളുടെ സർവ്വശക്തിയും എടുത്ത് അവനെ തട്ടിമാറ്റി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അവൾ എണീറ്റതും അജു കമിഴ്ന്നു കിടന്നു. അവനെ നോക്കിക്കൊണ്ട് അവൾ ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി. താഴേക്ക് ചെല്ലുമ്പോൾ സേതുമ മാത്രം അടുക്കളയിലുണ്ട്. വഞ്ചേച്ചി വന്നില്ലേ സേതുമേ? അടുക്കളയിലേക്ക് കയറുമ്പോൾ നന്ദു ചോദിച്ചവും സേതുമ അവളെ തിരിഞ്ഞു നോക്കി. വൈകുന്നേരം വരുമായിരിക്കും, ഇന്ന് ജോലിക്ക് പോകണ്ടേ? വേഗം കഴിച്ചു കഴിഞ്ഞ് റെഡിയായിക്കോ. സേതുമ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു. സമയിനി ഇഷ്ടം പോലെയുണ്ട്, പിന്നെന്താ ഇപ്പോൾ തന്നെ മാറ്റിയിട്ട്? അവളൊരു ചിരിയോടെ സേതുമയെ നോക്കി ദോശ വരുത്തുകയാണ്. നന്ദു അവരുടെ അടുത്തേക്ക് വന്ന് അവരുടെ കവിളിൽ അമർത്തിയൊന്ന് മുത്തി. സേതുമ അവളെ ഒന്ന് ചിരിഞ്ഞു നോക്കി. നന്ദു അവരെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. സേതുമെന്ന് ചിരിച്ചു. നന്ദു വേഗം സാമ്പാർ ഒരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കി. അപ്പോഴേക്കും ഓരോരുത്തരെ എണീറ്റ് വന്നു. അവർക്കൊക്കെ ഓടിപ്പാഞ്ഞ് ചായയും കോഫിയും ഗ്രീൻ ടീയും ഒക്കെ കൊടുക്കുന്ന സേതുമയോട് നന്ദുവിന് ദേഷ്യം തോന്നി. എത്ര പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് തോന്നിക്കൊണ്ടാവും പാർവതിയുടെ കയ്യിലേക്ക് കോഫി വെച്ച് തിരിച്ചു വരുന്ന സേതുമയെ അവളൊന്ന് തുറിച്ചു നോക്കിയത്. അവരെല്ലാം ഒപ്പം ചായ കുടിച്ചിരിക്കുമ്പോൾ നന്ദു അടുക്കള വൃത്തിയാക്കി മുകളിലേക്ക് പോയി. അവർക്കൊപ്പം ഇരിക്കാൻ വയ്യ, അതാണ് കാരണം. നന്ദു റൂമിലേക്ക് കയറി ബെഡിലേക്ക് നോക്കി. അവൻ അപ്പോഴും നല്ല ഉറക്കത്തിലാണ്. നന്ദു ഷെൽഫിൽ നിന്നൊരു സാരി എടുത്ത് ജാക്കറ്റും പാവടമൊക്കെ ആയിട്ട് ബാത്റൂമിൽ കയറി. അതിട്ട് വരുമ്പോൾ അജു കണ്ണു തുറന്ന് മലർന്നു കിടക്കുകയാണ്. നന്ദു ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു. ബെഡിൽ കിടക്കുന്നവനെ നോക്കിക്കൊണ്ട് അവൾ രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് വന്നു. ഒപ്പം കയ്യിലുള്ള ടവൽ മാറത്തേക്ക് ഇട്ടു. പഴയ ഓർമ്മയിൽ അങ്ങനെ ഇറങ്ങി വന്നാണ് അവൾ. അവിടെ അജു ആയിരുന്നെങ്കിൽ ബെഡിൽ അങ്ങനെ കിടന്നുകൊണ്ട് അവൾ സാരി ഉടുക്കുന്ന കൗതുകത്തോടെ നോക്കും. പക്ഷേ ഈ അജുവിൽ നിന്ന് അവൾ കൂടുതൽ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷിച്ച സമയം തന്നെ അവൾ ബെഡിലേക്ക് വീണിരുന്നു. അവൾക്ക് മുകളിൽ കിടക്കുന്ന അജുവിനെ അവളൊന്ന് തുറിച്ചു നോക്കി. പറഞ്ഞിരുന്നില്ല അവളായിട്ട് കിടന്നു തരില്ലേ? അല്ല പിന്നെ, ഇതിപ്പോൾ എടുത്തിട്ട പോലെ അവൾക്ക് തോന്നി. എങ്ങോട്ടാ? രാവിലെ കുളിച്ച സുന്ദരിയായി സാരിക ചുറ്റി. അത് ശരി, ഇന്നു മുതൽ എനിക്ക് ജോലിക്കോണെന്ന് പറഞ്ഞല്ലേ? നന്ദു അവനൊന്ന് കൂർപ്പിച്ച് നോക്കി. അജു ഒന്ന് ചിരിച്ചുകൊണ്ട് അവളിൽ നിന്ന് മാറിക്കിടന്നു. നന്ദു ചെരിഞ്ഞു കിടന്ന് അവനെ നോക്കി. ഇനി ഞാൻ എണീക്കട്ടെ? അജു ഒന്ന് മൂളിയതും അവൾ അവനെന്ന് കൂർപ്പിച്ച് നോക്കി. ഇനിയൊന്നുമില്ലേ? ഇല്ല. അവളുടെ ചോദ്യത്തിന് മറുപടി എടുക്കുമ്പോൾ അവൻ ചിരി കടിച്ചു പിടിച്ചു. ഞാൻ പല്ല് തേച്ചിട്ടില്ല, അതുകൊണ്ടാ. ഞാനൊന്ന് ഫ്രഷായി വരട്ടെ, എന്നിട്ട് നിനക്ക് എന്താണോ വേണ്ടത് അത് തരാം. അജു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. അവൻ പോകുന്നത് നോക്കി അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് സാരി എടുത്ത് മുടിയൊക്കെ കെട്ടി കണ്ണൊക്കെ എഴുതി സുന്ദരിയാകുമ്പോഴാണ് അജു കുളി കഴിഞ്ഞ് വന്നത്. ഒരു ടവൽ മാത്രമാണ് അവൻ്റെ വേഷം. തല തുടച്ച ടവൽ അവിടെ ഇട്ട് അവൻ നന്ദുവിനെ നോക്കി. നീ സാരി എടുത്തോ? അജു അവൾക്കടുത്തേക്ക് വന്ന് അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് അജു ചോദിക്കുമ്പോൾ അവൾ തലകുലുക്കി. കണ്ണിൽ കൺമഷി എഴുതി. അജു അവൾക്കടുത്തേക്ക് വന്ന് അവളുടെ തോളിൽ കിടന്ന സാരി അഴിച്ചു മാറ്റി. നന്ദു അവനെ ദേഷ്യത്തിൽ നോക്കി. എന്ത് കാണിക്കുന്നത്? ഞാൻ ഇറങ്ങിയത് കണ്ടില്ലേ? എനിക്ക് പോകാൻ വൈകും. പിന്നെ ആ ഉണക്ക ബാങ്കിലേക്കല്ലേ, അല്ലാതെ കളക്ടർ ഓഫീസിലേക്കൊന്നല്ലല്ലോ. അതും പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് സാരി മുഴുവനായി അഴിച്ചു മാറ്റി അവളെ ബെഡിലേക്ക് കിടത്തി. നന്ദു അവനെ തുറിച്ചു നോക്കി. ബാങ്കായാലും കളക്ടർ ഓഫീസായാലും ചെയ്യുന്ന ജോലി തന്നെയല്ലേ? പെണ്ണും വിട്ടുകൊടുക്കാൻ പാവില്ല. അജു ഒന്നും മിണ്ടിയില്ല. ഇനിയിപ്പോൾ അടുത്ത് പറഞ്ഞ തല്ലാവും.
നല്ല മൂട് മാറ്റി കുരിപ്പ് കയ്യിൽ തരും. അജി ഒന്നും പറയാതെ അവളെ പിന്നെ ഒന്നും പറയാൻ അനുവദിക്കാതെ അവളുടെ ചുണ്ടിലേക്ക് അവൻ ചേക്കേറി കഴിഞ്ഞിരുന്നു. അജി അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടിനെ ചേർത്ത് വെച്ചുകൊണ്ട് ചുംബിച്ചു തുടങ്ങി. നന്ദു ഒന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ കഴുത്തിൻ്റെ സൈഡിൽ കൈയിട്ട് അമർത്തി പിടിച്ചു. മറ്റേ കൈ അവൻ്റെ വെള്ളം പറ്റി നിൽക്കുന്ന ചെറിയ രോമങ്ങൾക്കിടയിലൂടെ തഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു. അജു നന്ദുവിൻ്റെ നഗ്നമായ വയറിൽ അമർത്തി ഞെരിച്ചുകൊണ്ട് അവളെ ബെഡിലേക്ക് അമർത്തി കിടത്തി അവളുടെ നാവിനെ ചുഴറ്റി വലിച്ചു. നന്ദുവിൻ്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. കണ്ണു തുറന്ന് അവൻ അവളുടെ ചുണ്ടുകളെ നുണരുന്ന കാണാൻ അവൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അവൻ നൽകുന്ന സുഖമുള്ള ആലസ്യത്തിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. നന്ദുവിൻ്റെ രണ്ട് കൈകളും അവൻ്റെ ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങി. അവളുടെ പൊക്കിൽ ചുഴിയിൽ അജുവിൻ്റെ കൈയാഴുന്ന സമയം തന്നെ അവളുടെ വിരലുകൾ അവൻ്റെ പൊക്കിൽ ചുഴിയിൽ അമർന്നു. ഒപ്പം അവൻ്റെ രണ്ട് ചുണ്ടുകളെയും നന്ദു അവളുടെ വായ്ക്കകത്തേക്കാക്കി കഴിഞ്ഞിരുന്നു. അവൻ ചുംബിച്ചു നിർത്തിയതിനേക്കാൾ മുകളിൽ അവനിൽ പല മാറ്റങ്ങളും അവളുടെ ചുംബനത്തിന് വരുത്താൻ കഴിഞ്ഞു. അജു അവൾക്ക് മീതെ കിടന്നുകൊണ്ടൊന്ന് പുളഞ്ഞു. അവൻ അവളുടെ ചുണ്ടുകളിൽ നിന്ന് തൊടാൻ പോലും പറ്റാത്ത വിധത്തിൽ അവൾ അവനെ ചുംബിച്ചുകൊണ്ടിരുന്നു. അജൂട്ടാ. അവൻ്റെ ചുണ്ടുകളിൽ നിന്ന് അവളുടെ ചുണ്ടിനെ മാറ്റിയ ശേഷം അവൾ കീതപ്പോടെ അവനെ വിളിച്ചു. അജു അവളുടെ മുകളിൽ നിന്ന് ബെഡിലേക്ക് കിടത്തി. ഒപ്പം ആഞ്ഞ ശ്വാസം വലിച്ചു വിടുന്നവളെ വലിച്ചവൻ്റെ നെഞ്ചിലേക്ക് ഇട്ടു. നന്ദൂരി ചിരിയോടെ അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് അമർന്നു കിടന്നു. അവളുടെ വയർ അവൻ്റെ ശരീരത്തിൽ തട്ടി. അജു കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ച് കിടന്നു. നന്ദ. അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളെ നോക്കാതെ മുകളിലേക്ക് നോക്കി കിടക്കുകയാണവൻ. അവളൊന്ന് ഉയർന്നു മുത്തി. അജു അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് എന്തൊക്കെയാ തോന്നുന്നു അജൂട്ടാ. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വശ്യതയോടെ അവൾ പറഞ്ഞു. അജു അവൾക്ക് നേരെ ചെരിഞ്ഞു കിടന്നുകൊണ്ട് അവളെ വരിഞ്ഞു മുറുക്കി. എന്താ എൻ്റെ നന്ദയ്ക്ക് തോന്നുന്നത്? അവൻ്റെ ശബ്ദം ആർദ്രമായി മാറി. അവളുടെ മുഖത്തൂടെ അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. ചുവന്നു തൊടുത്ത മുഖം, ആ കണ്ണുകളിലെ ഭാവം, അതാണ് അവനെ തകർക്കുന്നത്. എനിക്ക് നിറയെ ഉമ്മ വയ്ക്കാൻ, മുറുക്കെ കെട്ടിപ്പിടിക്കാൻ, കടിക്കാൻ, ആഴത്തിൽ വേദനിപ്പിക്കാൻ, രണ്ട് കൈ കൊണ്ട് എൻ്റെ ശരീരത്തിലേക്ക് അമർത്തി വെക്കാൻ, അങ്ങനെ കുറെ എന്തൊക്കെയാ തോന്നുക. അവൻ്റെ മുഖത്തേക്ക് നോക്കി നന്ദു പറയുമ്പോൾ ആദ്യം അവളുടെ ചുണ്ടിൽ അമർത്തിയൊന്ന് മുത്തിയ ശേഷം പതിയെ അവളുടെ കീഴ്ചുണ്ട് നുണഞ്ഞു വിട്ടു. അതിനെന്താടി, നിനക്ക് തോന്നുന്നൊക്കെ നീ ചെയ്യണം, എനിക്ക് തോന്നുന്നൊക്കെ ഞാൻ ചെയ്യുന്നില്ലേ. അവളുടെ ചുണ്ടിൽ നിന്നകന്ന് ആ ചുണ്ടുകളിൽ തലോടി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. എങ്കിൽ ഞാനൊരാഗ്രഹം പറയട്ടെ. അവൻ്റെ കവിളിലൂടെ തഴുകിക്കൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അജു ഒന്ന് മൂളി. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പക്ഷെ അവൾ പ്രതീക്ഷിച്ച പോലെ അവൻ്റെ മുഖത്തെ ഞെട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. പെണ്ണ് ചെക്കനെ ഒന്ന് കളിപ്പിക്കാൻ പറഞ്ഞതാ, പക്ഷെ അത് കാര്യമായി. അജു അവളിൽ നിന്നകന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. നന്ദു മലർന്നിടന്നിട്ട് അവനെ നോക്കി. അഴിക്കാൻ പോവാണോ എന്ന ഭാവമായിരുന്നു അവളിൽ. അതുപോലെ തന്നെ അജു ടവലിൽ കൈവച്ചതും പെണ്ണ് കണ്ണ് മുറുക്കെ അടച്ചു പിടിച്ചു. അയ്യോ അജു വേണ്ട, ഞാൻ ചുമ്മാ കളിപ്പിക്കാൻ പറഞ്ഞോ, അഴിക്കല്ലേ പ്ലീസ്, അഴിക്കല്ലേ. നന്ദു കിടന്ന് കാറുന്നൊന്നും അവൻ അറിഞ്ഞില്ല. അവളുടെ മുകളിൽ കയറി കിടന്നു. അവൻ്റെ മുഖം അവളുടെ മുഖത്തേക്കാക്കി. അടഞ്ഞു കിടക്കുന്ന കണ്ണുകളിലേക്ക് അവൻ പതിയെ ഊതി. അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അത് പുറത്തേക്ക് വീഴുമെന്ന നിലക്ക് തള്ളി വന്നിട്ടുണ്ട്. അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് അവൾ ചിന്തിച്ചു. അങ്ങനെ പറഞ്ഞാലും അവനങ്ങനെ ചെയ്യുമെന്ന് അവൾ കരുതിയില്ല. അതാണ് സത്യം. പക്ഷെ ചെക്കൻ അതിലും വലുത് കാണിച്ചു. കാണണ്ടേ? അവൻ പതിഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ വേണ്ടെന്ന് തലയാട്ടി. പക്ഷേ അറിയാൻ പറ്റുന്നില്ലേ? അവൻ്റെ ആ ശബ്ദത്തിലും വാക്കിലും നന്ദു ശരിക്കും തളർന്നിരുന്നു. അവനെ ബെഡിലേക്ക് തള്ളിയിട്ട് അവൾ ബെഡിൽ നിന്ന് എണീക്കാൻ നോക്കിയതും അവൻ കയ്യിൽ പിടിച്ചു വലിച്ച് അവിടെ തന്നെ കിടത്തി. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് അവിടെ പൂർണ്ണ അനുഗ്രഹം വാങ്ങി നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടേ നമ്മൾ ഒന്നാവുമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പക്ഷേ ദിവസങ്ങൾ പറയുമ്പോൾ ആഗ്രഹം കുറഞ്ഞു വരുന്ന പോലെ തോന്നുക. ഇപ്പം ഈ നിമിഷം തന്നെ ചൂടിലാവ തിളച്ചു മറിയുന്ന പോലെയാ എൻ്റെ രക്തം തിളച്ചു മറിയുന്നത്. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ പോലും ചുവന്നിരുന്നു. നന്ദു ഒന്നും മിണ്ടാതെ അവനെ നോക്കിക്കിടന്നു. നമ്മൾ ഒന്നായ ശേഷം അവരുടെ അനുഗ്രഹം വാങ്ങിയാൽ മതിയോ? എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആ വാക്കുകളിൽ ചെറിയൊരു കിതപ്പ് പോലെ അവൾക്ക് തോന്നി. നന്ദു അപ്പോഴൊന്നും മിണ്ടിയില്ല. നന്ദ, നീ പറ, എന്താ നിന്റെ അഭിപ്രായം? നിന്നിലുമില്ലേ എന്നിലേക്ക് അലിഞ്ഞു ചേരാൻ വെമ്പൽ കൊള്ളുന്ന വികാരം? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ നിമിഷം എന്നെ എന്തെങ്കിലും ചെയ്താൽ പൂർണ്ണ മനസ്സോടെ ഞാൻ തരും. സമ്മതമാണ് 1000 വട്ടം. പക്ഷെ അജി പറഞ്ഞാൽ ശരി. അമ്മയുടെ അനുഗ്രഹം വേണം. പൂർണ്ണ ബോധത്തിൽ ഒരിക്കൽ കൂടെ എൻ്റെ കഴുത്തിൽ താലി കെട്ടണം. ആ അമ്മയുടെ അനുഗ്രഹം നമുക്ക് വേണം. എനിക്കിനി ആ അമ്മയല്ലേ ഉള്ളൂ.
അവളത് പറയുമ്പോൾ ആ കണ്ണ് നിറഞ്ഞു. സേതുമ്മ പറഞ്ഞു കേട്ടിട്ട് അവൾക്ക് അമ്മയെ കാണണമെന്നും ആ സ്നേഹം അനുഭവിക്കണമെന്നുമുണ്ട്. അതാണ് ശരി. അമ്മയ്ക്കിപ്പോൾ നമ്മൾ അനുഗ്രഹിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല. പഴയ അമ്മയായി വരട്ടെ, അപ്പം നമുക്ക് അനുഗ്രഹം വാങ്ങിക്കാം. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നന്ദു അവളുടെ മുഖം ഒന്ന് ഉയർത്തി അവൻ്റെ നിറഞ്ഞ കണ്ണുകളിൽ അമർത്തി ഒന്ന് ചുംബിച്ചു. എല്ലാം ശരിയാവും. ശരിക്കും അമ്മയ്ക്ക് എന്ത് പറ്റിയതാ? പറയാൻ കുറേയുണ്ട്. സമയമാവട്ടെ, നീ റെഡിയായി പോകാൻ നോക്ക്. പറഞ്ഞുകൊണ്ട് അവൻ ബെഡിൽ മലർന്നു കിടന്നു. ഒപ്പം പുതപ്പവൻ്റെ ശരീരത്തിലേക്ക് ഇട്ടു. നന്ദു അവനെ നോക്കിക്കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. നന്ദു സാരി ചുറ്റി റൂമിൽ നിന്നിറങ്ങുമ്പോൾ അജു റെഡിയായവൾക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി. രണ്ടുപേരും ഒപ്പം താഴേക്ക് ഇറങ്ങി. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അജുവും നന്ദു ഒപ്പം ടേബിളിൽ കഴിക്കാനിരുന്നു. നീ തായോ? അജു ചിരിയോടെ പറയുമ്പോൾ അവളൊരു പാത്രത്തിൽ വെള്ളപ്പവും കറിയും എടുത്ത് അവനടുത്തേക്കിരുന്നു. പിന്നെ കഷ്ണങ്ങളാക്കിയെടുത്ത് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അജു ഒരു ചിരിയോടെ അവളെ നോക്കി കഴിച്ചു തുടങ്ങി. നീ ഇപ്പോൾ പോയിട്ട് എപ്പോഴും വരിക? ഒരു 4 മണിക്കാകുമ്പോൾ ഇവിടെ എത്തും. അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാർവതിയും പത്മാവതിയും ഹാളിലേക്ക് വന്നത്. ഒരു നിമിഷം അവർ രണ്ടുപേരും അവർ തന്നെ നോക്കി അങ്ങനെ നിന്നു. അവർ വന്നു നിൽക്കുന്നത് അവർ അറിഞ്ഞിട്ടില്ല. അജു അവളെ നോക്കി ചിരിയോടെ ഇരിക്കുന്നു. അവൾ സ്നേഹത്തോടെ അവന് വായിൽ വെച്ച് കൊടുക്കുന്നൊക്കെ അവർ നോക്കി. വയ്യാതിരിക്കുമ്പോൾ അവൾ ഇങ്ങനെയായിരുന്നു. അജുവിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് അവരെ നോക്കി നിൽക്കുന്നവരിലേക്ക് പോയി. അവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. അവനൊന്ന് മനസ്സിൽ ഊറി ചിരിച്ചു. നന്ദാ! അവൻ്റെ കൊഞ്ചിയുള്ള വിളി കേട്ടതും അവൾ പ്ലേറ്റിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവനെ നോക്കി. അവനൊരു കുസൃതി ചിരിയോടെ ഇരിക്കുകയാണ്. നന്ദു അവനെ ഒന്ന് ചൊറിഞ്ഞു നോക്കി. എനിക്കും മതി നന്ദ, വയറു നിറഞ്ഞു. അവനൊരു ചിരിയോടെ പറയുമ്പോൾ അവൾ അവനെ ഒന്ന് കലിപ്പിൽ നോക്കി. വയറ് നിറയാനിപ്പോൾ എന്താ കഴിച്ച്? ഒരു പൊട്ട് വെള്ളപ്പോ? അതാണോ വയറ് നിറഞ്ഞ്? അവൾ ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്നവരുടെ വായിലേക്ക് തിരികെ കൊടുത്തു. സത്യമായിട്ട് എൻ്റെ വയറ് നിറഞ്ഞു, അതുകൊണ്ടാ. വായിലുള്ള ചവച്ചരച്ചുകൊണ്ട് അവൻ പിന്നെയും പറഞ്ഞു. ഇരുന്ന് കൊഞ്ചാ മരിയെ കഴിക്ക്, എനിക്ക് പോണം. നന്ദ പോവണ്ട, അവൻ സങ്കടത്തിൽ പറയുമ്പോൾ അവൾ അവനെ അടിമുടി നോക്കി. എവിടേക്കോ ആ പഴയ അജുവിനെ അവൾ കണ്ടു. അവളുടെ കണ്ണുകൾ ചുറ്റുമൊന്ന് പാഞ്ഞു. വിചാരിച്ച പോലെ രണ്ടെണ്ണം അവരെ നോക്കി കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. അത് ശരി, സംശയം വല്ലതും തോന്നിക്കാണും. അത് തീർക്കാമെന്നാവും. ശരിയാക്കി തരാം. അങ്ങനെ പറയില്ലേ. ഞാൻ ജോലിക്ക് വരുമ്പോൾ അജുവിന് എന്താണോ വേണ്ടത് അതൊക്കെ കൊണ്ടുവന്നു തരാം. അതൊരു നല്ല കുട്ടിയായിട്ടിരുന്നാൽ ഞാനൊരു സമ്മാനം തരാം. അവൾ കയ്യിലുള്ള അവൻ്റെ വായിലാക്കി കൊടുത്തു. എന്ത് സമ്മാനം? വായുകൾ ഇറക്കിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവളൊന്ന് കണ്ണു ചിമ്മി. അതൊക്കെയുണ്ട്, ഇത് മുഴുവൻ കഴിക്ക്. അവൻ മുഴുവൻ കഴിച്ചു. ഒപ്പം അവളും കഴിക്കുന്നുണ്ട്. നന്ദു പ്ലേറ്റ് എടുത്ത് അകത്തേക്ക് നടന്നു. അജു അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് നന്ദു വന്ന് അവൻ്റെ ചുണ്ടൊക്കെ വൃത്തിയാക്കി കൊടുത്തു. അജു പെട്ടെന്ന് അവളുടെ സാരിയുടെ അറ്റം പിടിച്ച് തുടച്ചു. അതിന് നന്ദയൊന്ന് തുറിച്ചു നോക്കി. അല്ല പിന്നെ, ജോലിക്ക് പോവല്ലേ? മരിച്ച് അഭിനയിക്കുക. അവളൊന്ന് പല്ലുകടിച്ചു. പാർവതിയും പത്മാവതി അവരെ നോക്കിക്കൊണ്ട് അപ്പോൾ തന്നെ അവിടുന്ന് പോയി. ഇനി അവിടെ നിൽക്കുന്നത് ശരിയല്ല. അവരെ നോക്കി നിൽക്കായിരുന്നു അവൾക്ക് തോന്നുന്നത് നല്ലതിനല്ല. എങ്ങനെയുണ്ടായിരുന്നടി എൻ്റെ അഭിനയം? അവർ പോയതും അജയുടെ കയ്യിൽ പിടിച്ചു. ഓ, ഇതിലിപ്പോൾ എന്താ? ഒന്ന് കൊഞ്ചി സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് വലിയ കാര്യമൊന്നുമല്ല. നിനക്കത് വലിയ കാര്യമില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ കൊഞ്ചലും കുറുകലൊക്കെ വലിയ കാര്യം തന്നെയാണ്. ആ, അത് ശരിയാ. അഭിനയാണെങ്കിൽ എനിക്ക് എൻ്റെ അജുവിനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. അത് മതി, അത് മാത്രം മതി. അവളൊരു ചിരിയോടെ പറയുമ്പോൾ അജു അവളെ നോക്കി. ഒപ്പം അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി. അവൻ തന്നെയല്ലേ ഞാൻ, പിന്നെന്താ അവനെ ഇത്ര ഇഷ്ടം? അതങ്ങനെയാ. കുറേ നേരം സംസാരിച്ചിരിക്കാൻ സമയമില്ല, ഞാൻ പോട്ടെ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നല്ല കുട്ടിയായിട്ട് ഇരിക്കുക കേട്ടോ. അവൾ തന്നെ നെറ്റിയിൽ മുത്തി പറഞ്ഞപ്പോൾ അജു ഒന്ന് തലകുലുക്കി. ശേഷം ടേബിളിൽ ഇരുന്ന ബാഗ് കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. അവിടെയുള്ള കാറിൽ തന്നെയാണ് അവൾ പോകുന്നത്. അവൾ പോയത് അജു മുകളിലേക്ക് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.